മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കൊടും ചൂടിന് പിന്നാലെ ആശ്വാസമായി മഴയെത്തിയെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരിതപ്പെയ്ത്തിൽ മലയോര മേഖലയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയ നടുക്കത്തിൽ നിന്ന് ഇനിയും സംസ്ഥാനം മുക്തമായിട്ടില്ല. കണ്ണീർ ദുരന്തത്തിന്റെ കാരണങ്ങൾ തേടി കേരളം അലയുമ്പോൾ കനത്ത മഴയാണ് നാടിന്റെ ഉള്ളു പൊട്ടിച്ചത് എന്നാണ് വിദഗ്ധ സർവേകൾ പറയുന്നത്. ദുരന്തത്തിൽ മരണസംഖ്യ ഔദ്യോഗിക കണക്കിനപ്പുറത്ത് 500 കടന്നിട്ടുണ്ട്. ചാലിയാറിലും ഇരുവഞ്ഞിയിലും കണ്ടുകിട്ടുന്ന കൈകാലുകളുടെ എണ്ണം വെച്ച് ദുരന്തത്തിന്റെ ആഴം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വോട്ടർ പട്ടികയിലുള്ളവർ, അതിഥി തൊഴിലാളികൾ, വന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെ പാടികളിലും റിസോർട്ടുകളിലുമായി കണക്കിൽപ്പെടാത്തവരുടെ കണക്കുകൾ ഏറെയുണ്ട്. രക്ഷാപ്രവർത്തനത്തിനപ്പുറത്ത് ദുരന്തത്തിന്റെ കാരണം അന്വേഷിച്ച് പഠനം നടത്തുന്നവരും ഒരുപാടുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഹ്യൂം സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയും ചേർന്ന് ദുരന്ത മേഖലയിൽ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടും ഗൗരവമുള്ളതാണ്. കസ്തൂരി രംഗനെയും ഗാഡ്ഗിലിനെയും കൈവിട്ട വികസനം പറഞ്ഞ കഴിഞ്ഞ കാലങ്ങളോട് വിട നൽകി ഇനി വരുന്ന റിപ്പോർട്ടുകളെയെങ്കിലും നാം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഹ്യൂം സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയും ചേർന്ന് പുറത്തിറക്കിയ വയനാടിന് ഇനി വേണ്ടത് ജാഗ്രത എന്ന പഠന റിപ്പോർട്ട് അനുസരിച്ച് ദുരന്തത്തിന്റെ മൂലകാരണം മഴയാണ്. തുടർച്ചയായി പെയ്യുന്ന ശക്തി കുറഞ്ഞ മഴയാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വയനാടൻ മഴയിൽ വലിയ തോതിലുള്ള മാറ്റമാണ് ഉണ്ടായത്. ജൂൺ 1 ആരംഭിച്ചിരുന്ന കാലവർഷം പതുക്കെ ജൂൺ 10, 15 എന്നിങ്ങനെയായി മാറി തുടങ്ങി. തുടർച്ചയായി വാർഷിക വർഷപാതത്തിൽ 50% കുറവുണ്ടായി. മഴയുടെ സ്വഭാവം നിർത്താതെ പെയ്യുന്ന നൂൽമഴയിൽ നിന്നും കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സ്ഥലത്ത് ശക്തമായി പെയ്തിറങ്ങുന്ന തരത്തിലേക്ക് മാറി വന്നു. ഇത് ചെരിഞ്ഞ മലമ്പ്രദേശങ്ങൾ നിറഞ്ഞ വയനാടിനെ സംബന്ധിച്ച് വളരെ ആപത്കരമായ ഒന്നാണ്. സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ച 2012 ചെമ്പ്ര മലനിരകളിൽ 12 ഇടത്താണ് ഉരുൾപൊട്ടിയത്. 1992 കാപ്പിക്കളത്തിലും 1984 മുണ്ടക്കൈയിലും വലിയ തോതിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. 2018 2019 വലിയ ദുരന്തങ്ങളാണ് വയനാട്ടിൽ ഉണ്ടായത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി തെക്കേ ഇന്ത്യയിൽ മൺസൂൺ കാലത്ത് രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളുടെ ഫലമായി ഉണ്ടായ അതിതീവ്ര മഴയുടെ പരിണിത ഫലമാണ് കഴിഞ്ഞ 2 വർഷമായി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ. എങ്കിലും അതിന്റെ സൂക്ഷ്മാനുഭവത്തെ വയനാടിന്റെ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും ഉണ്ടായി വന്ന മാറ്റങ്ങളുടെ തുടർച്ചയായി കാണാമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2018 2019 മൺസൂൺ കാലത്ത് അതിവർഷവും തുടർന്ന് പ്രളയവും ഉരുൾപൊട്ടലുമെല്ലാം വയനാട് നേരിട്ടിട്ടുണ്ട്. 2018 കുറിച്യർമല പ്രദേശത്ത് ആഗസ്റ്റിൽ മാത്രം 1466 മില്ലിമീറ്റർ മഴ ലഭിച്ചു. എന്നാൽ ഈ പ്രദേശത്ത് കഴിഞ്ഞ 10 വർഷത്തിലെ ഓഗസ്റ്റ് മാസത്തിലെ ശരാശരി മഴ 433 മില്ലിമീറ്റർ മാത്രമാണ്. 2019 ഉരുൾപൊട്ടിയ പുത്തുമല പ്രദേശത്ത് 32 മണിക്കൂറിൽ ഏകദേശം 800 മുതൽ 900 മില്ലിമീറ്ററിനിടയിൽ മഴ ലഭിച്ചിട്ടുണ്ട്. 2018 7 ദിവസത്തിൽ വൈത്തിരിയിൽ മാത്രം 852 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. സ്വാഭാവികമായി തന്നെ കൂടിയ മഴ ലഭിക്കാറുള്ള വയനാടൻ മലത്തലപ്പുകളിൽ വാർഷിക വർഷപാതത്തിന്റെ ഇരട്ടിയാണ് 2018 2019 ലഭിച്ചത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പുള്ള 24 മണിക്കൂറിൽ പുത്തുമലയിൽ 372.6 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ഇതിനോടൊപ്പം സമീപ പ്രദേശത്തും മഴ കനത്തു. 2023 ISRO പ്രസിദ്ധീകരിച്ച ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ എന്ന പഠന റിപ്പോർട്ടിൽ വയനാടിനെ മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ കാർട്ടോസാറ്റ് 3 ഉപഗ്രഹവും റിസാറ്റ് ഉപഗ്രഹവുമാണ് ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിനായി ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഇതിൽ പുത്തുമലയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഉണ്ടായ 80,000 മണ്ണിടിച്ചിലുകൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശത്തെ ഭൂവിനിയോഗമാണ് പഠനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം. 2018 2019 പ്രകൃതി ദുരന്തങ്ങളുടെ പ്രധാന കാരണം ഭൂമിയുടെ തരം മാറ്റലാണ്. അശാസ്ത്രീയ റോഡ് നിർമ്മാണവും സ്വാഭാവിക നീർച്ചാലുകൾ നികത്തി ഭൂമി തരം മാറ്റി വീടുകൾ നിർമ്മിച്ചതും മഴ അതിശക്തമായി പെയ്തിറങ്ങിയപ്പോൾ മണ്ണിടിച്ചിലിന് കാരണമായിട്ടുണ്ടെന്ന് 2020 പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. 2018 കണക്കുകൾ അനുസരിച്ച് അന്ന് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ഉണ്ടായ വൈത്തിരിയിൽ 41% ഉണ്ടായത് വീടുകൾക്ക് സമീപമാണ്. ഇതുകൂടാതെ വാണിജ്യ ആവശ്യങ്ങൾക്ക് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് സമീപമാണ് 17% ദുരന്തങ്ങളും സംഭവിച്ചത് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. കൂടാതെ 29% മണ്ണിടിച്ചിലും ഉണ്ടായത് റോഡുകൾക്കായി കുന്നിടിച്ചു മാറ്റിയ പ്രദേശങ്ങളിലാണ്. ഇത് സൂചിപ്പിക്കുന്നത് വയനാടൻ ഭൂപ്രദേശത്തിന്റെ സ്വാഭാവികമായ ചെരിവുകളിലും അവിടുത്തെ സസ്യാവരണങ്ങളിലും നീർച്ചാലുകളിലും വൻതോതിലുണ്ടായ മാറ്റമാണ് മണ്ണിടിച്ചിൽ വ്യാപകമാക്കിയത് എന്ന് ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജിയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി നടത്തിയ പഠനത്തിൽ പറയുന്നു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂവിനിയോഗവും അപകടങ്ങളുടെ ആക്കം കൂട്ടുകയും ഭൂമി നിരങ്ങി നീങ്ങൽ, അതായത് ലാൻഡ് സ്ലൈഡിംഗ് പോലുള്ള പ്രതിഭാസത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. വിദഗ്ധരുടെ റിപ്പോർട്ട് പ്രകാരം വയനാട്ടിൽ ഇനി പല മാനദണ്ഡങ്ങളും അവലംബിക്കേണ്ടതുണ്ട്.
കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിന് ഓരോ പ്രാദേശിക സമൂഹങ്ങളും അവിടുത്തെ പരിസ്ഥിതി വ്യൂഹങ്ങളെയും സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകളെയും ഏത് ആഘാതങ്ങളെയും താങ്ങാൻ ശേഷിയുള്ളവയായി നിലനിർത്തുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.